എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കാണ്. ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 150 ഗ്രാം വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങൾ വിസ്ക് ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. സ്പൂണോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതി. മിക്സ് ആവണമെന്നേ ഉള്ളൂ. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി വേറെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത 1.5 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1/2 കപ്പ് ഡേറ്റ്സും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. ഇതിനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരറ്റും ഡേറ്റ്സൊക്കെ താഴേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്യാരറ്റും ഡേറ്റ്സൊക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെങ്കിലാണ് ഈ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഈ ക്യാരറ്റും ഡേറ്റ്സൊക്കെ താഴേക്ക് താഴ്ന്നു പോയി ഇത് താഴെ അടിഞ്ഞിങ്ങനെ കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കേണ്ടത്. ഈ കാരമലൈസ് ചെയ്ത സിറപ്പാണ് കേക്കിന് കളറൊക്കെ കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കേക്കിൻ്റെ ടേസ്റ്റൊക്കെ മാറ്റും. അതിൽ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗർ കുറേശ്ശെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഷുഗർ കാരമലൈസായി തുടങ്ങി. ഇപ്പോൾ ഇത് കരിഞ്ഞ് കളർ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ തിളച്ച് പത വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് കയ്യിലേക്കൊക്കെ വീണ് കൈ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിത് മാറ്റി വെച്ച് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായ ബേക്കിംഗ് ടിൻ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ്. ഇത് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ അടിവശം വശങ്ങളിലും നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കേണ്ടതുണ്ട്. കേക്ക് ഈ പാത്രത്തിൻ്റെ വശങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തും ഓയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ താഴെ വെക്കുന്നതിന് വേണ്ടി അതേ അളവിൽ കട്ട് ചെയ്തെടുത്ത ഒരു ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ടീനിൻ്റെ താഴെയും സൈഡിലും നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞങ്ങൾ ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുട്ടൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 2 പീസ് ഗ്രാമ്പും ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഈ ഷുഗർ പൗഡർ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം.
ഇപ്പോൾ മുട്ടയും ഷുഗർ പൗഡറും ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യം 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാരയും ചേർത്ത് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ മിക്സിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ഒരു സ്ട്രെയിനർ എടുത്ത് അതിലേക്ക് കുറേശ്ശെയായി പൊടി ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കണം. ഈ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ കട്ടകളോ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് കേക്കിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൊടി മുഴുവനായും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. മിക്സ് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ ബേക്കിംഗ് ടിൻ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത മൈക്രോവേവ് അവനിൽ വെച്ച് കൊടുത്ത് 40 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ടൈം അവൻ്റെ ക്വാളിറ്റി അനുസരിച്ച് മാറി വരാം. അതിനാൽ നിങ്ങളുടെ ഓവൻ ഉപയോഗിക്കുമ്പോൾ സമയം ശ്രദ്ധിച്ച് വേണം സെറ്റ് ചെയ്യാൻ. മൈക്രോവേവ് ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റൗവിൽ അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് ഈ ടിൻ ഇറക്കി വെച്ച് മൂടി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ടിൻ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ബേക്കിംഗ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് പകുതി ബേക്കായി കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ബേക്കിംഗ് ടിന്നിൽ കുറച്ച് ഉയർന്നു വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇത് 40 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അതിനായി ഇങ്ങനൊരു പാത്രം കൊണ്ട് മൂടി തിരിച്ചു പിടിച്ചതിന് ശേഷം പതുക്കെ ബേക്കിംഗ് ടിൻ ഉയർത്തിയെടുക്കണം. ഇപ്പോൾ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബട്ടർ പേപ്പർ നമുക്ക് പീൽ ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിച്ച് പതുക്കെ വേണം ബട്ടർ പേപ്പർ പീൽ ചെയ്തെടുക്കാൻ. സ്ലോവിൽ ചെയ്തില്ലെങ്കിൽ കേക്കിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റാണ്. കേക്കിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാണുമ്പോൾ തന്നെ സോഫ്റ്റ് ആണെന്ന് നമുക്കറിയാൻ കഴിയും. ഇനി കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കേക്ക് വളരെ സോഫ്റ്റ് ആണ്. ഇപ്പോൾ ആ കേക്കിൽ നിന്നും ഒരു പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഉൾഭാഗം നമുക്കിപ്പോൾ നന്നായി കാണാൻ കഴിയും. ഉൾഭാഗമൊക്കെ കറക്റ്റായി ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ചെടുത്ത ഒരു പീസിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കെ.